ശരിക്കും പല സ്ഥലത്തും എന്തെങ്കിലും ഒരു ട്യൂമർ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സർജൻ അങ്ങോട്ട് അത് ഓപ്പറേറ്റ് ചെയ്ത് പിന്നെ വേറൊരു ഹോസ്പിറ്റലിലുള്ള മെഡിക്കൽ ഓൺകോളജിസ്റ്റ് കൊടുക്കും. അങ്ങനെ പോയി കഴിയുമ്പോൾ അത് ഒരിക്കലും ഒരു കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് അല്ല. എന്തുകൊണ്ട് ബോൺ ക്യാൻസർ ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെന്ററിൽ തന്നെ പോകണമെന്ന് ഡോക്ടർ സജസ്റ്റ് ചെയ്യും? ബോൺ ക്യാൻസറിൽ ഏതൊരു ക്യാൻസർ ആണെങ്കിലും അത് ഒരിക്കലും ഒരു വൺ ഡിപ്പാർട്ട്മെന്റ് വൺ മാൻ ഷോ അല്ല. അത് ഒരു ഡെഡിക്കേറ്റഡ് ടീം വേണം. നമ്മളതിന് മൾട്ടി ഡിസിപ്ലിനറി ട്യൂമർ ബോർഡ് എന്ന് വിളിക്കും. അതിൽ ഓർത്തോ ഓൺകോ സർജൻ ഉണ്ടാവും, മെഡിക്കൽ ഓൺകോളജിസ്റ്റ് ഉണ്ടാവും, റേഡിയേഷൻ ഓൺകോളജിസ്റ്റ്, റേഡിയോളജിസ്റ്റ്, പ്ലാസ്റ്റിക് സർജൻ, പാത്തോളജിസ്റ്റ്, ഇതെല്ലാം കൂടി ഒരു ടീമായിട്ടാണ് ഒരു മൾട്ടി ഡിസിപ്ലിനറി ട്യൂമർ ബോർഡ്. അന്ന് ഒരു സ്പെഷ്യലൈസ്ഡ് സാർക്കോമ സെന്റേഴ്സിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വിങ്സ്, ഓൺകോളജിയുടെ എല്ലാ വിങ്സും ഉണ്ട്. നമുക്ക് പുറമേ ഒരാളുടെ അഡ്വൈസ് ചോദിക്കേണ്ട ആവശ്യം വരില്ല. ഇങ്ങനെ ഒരു പേഷ്യൻറ്റ് ഇപ്പം എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഫുൾ ഇവാലുവേറ്റ് ചെയ്ത് ബയോപ്സി ചെയ്തു ഒരു ക്യാൻസറിനുള്ള ഡയഗ്നോസിസ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു ട്യൂമർ ബോർഡ് കൂടും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ സ്പെഷ്യലിസ്റ്റുകൾ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കും. എന്നിട്ട് ഈ പേഷ്യൻസിൻ്റെ എക്സ്റേയും MRI ബയോപ്സി റിപ്പോർട്ടെല്ലാം കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് അന്ന് അവിടെ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്യും. അപ്പോൾ എൻ്റെ ആവശ്യങ്ങൾ ഞാൻ പറയും, മെഡിക്കൽ ഓൺകോളജിസ്റ്റ് അവരുടെ ആവശ്യങ്ങൾ പറയും, റേഡിയേഷൻ ഓൺകോളജിസ്റ്റ് പറയും. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് തീരുമാനിക്കും ഈ പേഷ്യൻറ്റിന് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്തായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ പോയിന്റ്സ് എല്ലാം കൂടി കൂട്ടിയിട്ട് ഞങ്ങൾ അപ്പം തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കും. അത് പേഷ്യൻ്റ് പാർട്ടീസായിട്ട് ഡിസ്കസ് ചെയ്യും. എന്നിട്ട് അവിടെ നിന്നാണ് പിന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും പല പഠനങ്ങളും തെളിയിച്ചേക്കുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് സെൻറ്റേഴ്സിൽ, ട്യൂമർ ബോർഡുള്ള സ്പെഷ്യലൈസ്ഡ് സെൻറ്റേഴ്സിൽ ട്രീറ്റ് ചെയ്യണത് വേറെ ഒരു സാധാ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യണം ക്യാൻസേഴ്സ് തമ്മിലുള്ള സർവൈവൽ റേറ്റ്സ് ഭയങ്കര വ്യത്യാസമുണ്ട്. പല സ്പെഷ്യലൈസ്ഡ് സെൻറ്റേഴ്സിൽ, ഇപ്പോൾ ഞങ്ങളുടെ സ്പെഷ്യലൈസ്ഡ് സെൻറ്റേഴ്സിലൊക്കെ ആംപ്യൂട്ടേഷൻ്റെ റേറ്റ്സ് വളരെ അധികം ഞങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു 20 പേര് വന്നാൽ വല്ല ഒരാൾക്കോ വല്ലതും ചെയ്താലായി. അതും വളരെ ഇപ്പോൾ അമേരിക്കൻ, യൂറോപ്പ് സ്റ്റാൻഡേർഡ്സ് ആ രീതിയിൽ തന്നെ ഞങ്ങളുടെ ആംപ്യൂട്ടേഷൻ റേറ്റ്സ് നിൽക്കുന്നത്. അതെല്ലാം ഈ ഒരു നല്ലൊരു ട്യൂമർ ബോർഡിൻ്റെ ഒരു സക്സസ് ആണ്.